കൊങ്കൺ പാത ഗതാഗത യോഗ്യമായി എന്ന വാർത്ത വരുന്നു. രാത്രി 8:30 തുരങ്കത്തിലെ ചെളിയും മണ്ണും നീക്കുന്ന പ്രവൃത്തി പൂർത്തിയായി. പെർണം തുരങ്കത്തിൽ മണ്ണിടിഞ്ഞതോടെ റെയിൽ ഗതാഗതം താറുമാറായിരുന്നു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ തുരങ്കത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര പുനരാരംഭിച്ചിട്ടുണ്ടോ? ട്രെയിൻ യാത്ര അല്പസമയത്തിനകം തന്നെ തുടങ്ങും. 8:30യോടെയാണ് ഈ മേഖലയിലെ ടണലിനകത്തെ ചളിയും മറ്റും നീക്കുന്ന പ്രവൃത്തി പൂർത്തിയായത്. ഏതാണ്ട് 17-18 മണിക്കൂറോളം തുടർച്ചയായി ജീവനക്കാർ പണിയെടുത്താണ് ഇപ്പോൾ അവിടുത്തെ ഗതാഗത തടസ്സം നീക്കിയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെടും വിധം വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ചളിയും മറ്റും അടിയുകയും ചെയ്തത്. പിന്നാലെ തുടങ്ങിയ ദൗത്യമാണ് ഏതാണ്ട് 17 മണിക്കൂറിന് ശേഷം ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇനി പിന്നാലെ കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ ഓരോന്നായി വിട്ടു തുടങ്ങും. ഏതായാലും നിലവിൽ മുംബൈക്കും മഡ്ഗാവിനും ഇടയിലുള്ള, അതായത് മുംബൈക്കും ഗോവയ്ക്കും ഇടയിലുള്ള ചില ട്രെയിനുകൾ നാളെയും റദ്ദായിരിക്കും എന്ന കാര്യം കൊങ്കൺ റെയിൽവേ അറിയിക്കുന്നുണ്ട്. ദീർഘദൂര ട്രെയിനുകൾ, ഇന്ന് യാത്ര തുടങ്ങിയിട്ടുള്ള ട്രെയിനുകൾ ഏതായാലും വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ വഴിതിരിച്ചു വിടുന്ന ട്രെയിനുകളൊക്കെ തന്നെ അത് മുൻ നിശ്ചയിച്ചതുപോലെ തന്നെ പോകും. നാളത്തെ ഏതെങ്കിലും ട്രെയിൻ റദ്ദാക്കിയതായുള്ള വിവരങ്ങൾ വരുന്നതേയുള്ളൂ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊങ്കൺ പാതയിലുള്ള ഗതാഗത തടസ്സം നീക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകും എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്.